ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ടൗണിലാണ് താനും എന്നാൽ നല്ല ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രോപ്പർട്ടി. KSRTC പാലക്കാട് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് പ്രാരിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 6.5 സെൻറ്റ് സ്ഥലം, 1850 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ആണ്. ബെഡ്റൂമൊക്കെ ഏകദേശം 12-13 സൈസുള്ള ബെഡ്റൂമാണ്. കയറുമ്പോൾ തന്നെ 2 കാർ പാർക്ക് ചെയ്യാൻ പാകത്തിന് സൗകര്യം. മലമ്പുഴ വാട്ടർ സ്റ്റോർ ചെയ്യാനായിട്ട് 4000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്ക്. സൈഡ് കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പുല്ല് വെട്ടാനുള്ള ഒരു പണി മാത്രമേ ബാലൻസ് ഉള്ളൂ. ഈ സ്കൂട്ടർ നിൽക്കുന്നവിടെ ഒരു കാർ നിർത്താം, ഇങ്ങോട്ടേക്ക് ഉള്ളിൽ കയറ്റിയിട്ട് ഒരു കാർ, 2 കാറ് നിർത്താനുള്ള സൗകര്യമുണ്ട്. ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിൽ ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം നമുക്ക് ഏകദേശം 1.5 സെൻറ്റോളം നമുക്ക് മണ്ണായിട്ട് ആ പോർഷൻ കിട്ടുന്നുണ്ട്. ആ ഭാഗം ഒരു പോർഷയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും കേട്ടോ. നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയ ആണത്. ഈ ഒരു ഭാഗത്തൂടെ കാട് പിടിച്ച് കിടക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഷീറ്റ് ഇട്ട ഭാഗം തന്നെ. ഇത് നമ്മൾ ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നത് സാൻഡ്വിച്ച് ഷീറ്റാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചുറ്റും നോർമൽ ടൈപ്പിൽ തന്നെ ഇട്ടിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. നല്ല സ്ട്രക്ചർ പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നല്ലൊരു തേക്കിൻ്റെ ഡോറ്. ജനലുകളെല്ലാം വെച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെയാണ്. ഉള്ളിലുള്ള ഡോറൊക്കെ വന്നിട്ട് സ്കിൻ ടൈപ്പ് ഡോറാണ്. വിശാലമായിട്ട് ഒരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. ശരിക്കും നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂംസ് കിട്ടണം. ഒരു 4 ബെഡ്റൂം വേണം. അതുപോലെ തന്നെ ടൗണിൻ്റെ അടുത്ത് വേണം, എന്നാലോ ടൗണിൻ്റെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം പറഞ്ഞാൽ അതിന് പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത്. ഇവിടെ ഒരു ജോൺസന്റെ സെറാമിക്കിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് ജാഗോറിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അല്ല, നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂംസ് ആണുള്ളത്. ഇതിൽ ഫെറോസിമെൻറ്റിൻ്റെ കബോർഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡോർസ് കൊടുത്താൽ തന്നെ നമുക്ക് കബോർഡുകളും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയി. ഈ ഒരു ഏരിയ കണ്ടോ, ഡൈനിങ് ഏരിയ, ആ ജനൽ, ശരിക്കും പറഞ്ഞാൽ ആ ജനലിൻ്റെ ആ ഭാഗം വന്നിട്ട് ഫുൾ ഡോറ് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ലൊരു എൻട്രി വെളിയിലോട്ട് കൊടുത്തിട്ട് നല്ലൊരു പോർഷൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ആവാത്തുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാം. ആ ഡൈനിങ് സ്പേസ് ഏരിയ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് എടുക്കാൻ പറ്റും. ഇവിടെയാണ് കിച്ചൺ ഏരിയ വരുന്നത്. വീട് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇവിടെയും കബോർഡും കാര്യങ്ങളും സെറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഡോറ് നമ്മൾ ഫിക്സ് ചെയ്താൽ മതി. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിലാണ്. എല്ലാ റൂമുകളും അത്യാവശ്യം നല്ല സ്പേസിലാണ്. കണ്ടില്ല, ഈ ഒരു പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ ആ പോർഷൻ എന്ന് പറഞ്ഞത് ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു വിൻഡോ ഈ ഭാഗത്ത് മാറ്റിയിട്ട് ഡോറാണ് ഫുള്ളായി കൊടുക്കുന്നത്. ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് ആ രീതിയിൽ യൂസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സ്പേസ് ഉണ്ട് ഈ ഭാഗത്ത്. ഇപ്പോൾ നമ്മൾ താഴത്തെ പോർഷനൊക്കെ കണ്ടു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം. സ്റ്റെയർസ് കൊടുത്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ്. കയറുമ്പോൾ നമുക്കിവിടെ അത്യാവശ്യം ചെറിയൊരു സ്പേസേ ഉള്ളൂ കേട്ടോ, കറക്റ്റ് കയറിയ വഴിക്ക്. പക്ഷേ അതിനോട് ചേർന്ന് 2 ബെഡ്റൂമും ഉള്ള സ്പേസ് മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് വലിയൊരു ഹാളാക്കി മാറ്റാം കേട്ടോ. വെളിയിലൊരു ഏരിയ ഉണ്ട്, കാണിച്ചു തരാം. ഇതൊരു ബെഡ്റൂം. താഴെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. മേലെയും അതേ സൈസിലുള്ള 2 ബെഡ്റൂമാണ് നമുക്കുള്ളത്. എല്ലാവരുടെയും ഗീസറിൻ്റെയും കാര്യം പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ജോൺസന്റെ ആണ് കംപ്ലീറ്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാനിറ്ററി വെയർസ് ഉള്ളത്. ബാക്കി ഫിറ്റിങ്സ് ഒക്കെ ജാഗോറിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ നിന്ന് കയറി നെക്സ്റ്റ് ബെഡ്റൂം. താഴെ നമ്മൾ കണ്ട ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ അതേ സൈസിൽ ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആ ജനൽ തുറന്നാൽ തന്നെ നമുക്ക് അറിയാം. കണ്ടില്ലേ, ആ പച്ചപ്പിൻ്റെ ഭംഗി ഇവിടുന്ന് നല്ല കാറ്റും കാര്യം നന്നായി കിട്ടുന്നുണ്ട് കേട്ടോ ഏരിയ. ഇപ്പോൾ 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് കണ്ടോ, ഇവിടെയും കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂംസിൽ. ഇതിനൊക്കെ ഡോറ് വെക്കണം. ഇപ്പോൾ 2 ബെഡ്റൂം മേലെയായി. ഇവിടെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള ടെറസ് ഏരിയ. ഇനി അവിടെ വന്നത് ഏകദേശം ഉച്ചയ്ക്ക് 1.5 മണിക്കാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. 1.5 മണിയായി. ഈ 1.5 മണിക്കൂടെ വരുമ്പോഴും നല്ല കാറ്റാണ് കേട്ടോ. വെയിലോ ചൂടൊന്നും അറിയുന്നില്ല. വെയിൽ ഉണ്ടെങ്കിലും ആ വെയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്രയും നല്ല കാറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കാറ്റും വെളിച്ചവും എല്ലാം കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് നമ്മൾ
ആ വ്യൂ കണ്ടോ, ഇതിൻ്റെ ടോപ്പിലേക്ക്, ഏറ്റവും ടോപ്പിലേക്ക് വേണ്ടോ. ഇതാണ് ഏരിയ, ഇവിടെ നിന്നുള്ള നല്ല വ്യൂ ആണ്. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 6.5 സെൻറ്റ് സ്ഥലം, 1850 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ്. ലിവിങ് റൂം, ഡൈനിങ് റൂം, കിച്ചൺ, വർക്ക് ഏരിയ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബോർവെല്ലിൻ്റെ വെള്ളമുണ്ട്, മലമ്പുഴ കണക്ഷനും ഉണ്ട്. സൂപ്പർ മാർക്കറ്റുകളായാലും ഹോസ്പിറ്റലായാലും അമ്പലങ്ങളായാലും പള്ളികളായാലും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 75 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.